ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ തന്നെ കിച്ചണിൽ കുറച്ച് ജോലിയിലാട്ടാം. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. തമിഴ്നാടാണ് കേട്ടോ പോകുന്നത്. അപ്പം തമിഴ്നാട് പോവുകയാണ്. അപ്പം പിള്ളേരെല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങിയിരിക്കണം. എല്ലാറ്റിനും വിശക്കുന്നു ഗായ്സ്, വിശക്കുന്നു. ഇതിൻ്റെയൊക്കെ വിശപ്പടക്കാൻ ഇനി എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചേട്ടാ. ഈ ചട്ടി എടുത്താൽ നിങ്ങളൊന്നും പറയൂലല്ലോ. പഴയ ചട്ടിയാണ്, മറ്റേ ചട്ടിയൊക്കെ അപ്പുറമൊക്കെ കഴുകി വെച്ചിരിക്കുകയാണ്. കണ്ടാ വിചാരിക്കും ഇത്തിരി വൃത്തിയുള്ള ചട്ടിയൊക്കെ എടുത്തൂടെ. പിന്നെ കൈവാക്കിന് കിട്ടുന്നത് ഏതാന്ന് വെച്ചാ ഗ്യാസ് അടി ഓഫാക്കിയാണ്. ആളൊക്കെ കുത്തിയിട്ടുണ്ട്, മുടിയൊക്കെ പുറത്ത് കാണുന്നു. അപ്പം ആദ്യമായി മുടി ഉണങ്ങാത്തോണ്ടാണ് അങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് കേട്ടാ. അപ്പം ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ ചമ്മന്തി ഉണ്ടാക്കട്ടെ. പല വീഡിയോസും ഞാൻ എടുത്തു വെക്കും ഗായ്സ്. എന്നിട്ട് എൻ്റെ മടി കാരണം, എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യൂല, ഇടൂല. മടി. പിന്നെ ഈ ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇടുന്നത്. യൂട്യൂബിൽ ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല. എങ്കിലും മോണിറ്റൈസേഷൻ കട്ടായി പോണ്ടല്ലോ, ചാനൽ ഫ്രീസ് ആവണ്ടല്ലോ എന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഡെയിലി ഇടണം എന്ന് വിചാരിക്കും, എന്താ ചെയ്യാൻ നടക്കുന്നില്ല. ഐസ് അല്ല, നല്ല അടിപൊളി ദോശ ചൂടുകയാണ്. കുഞ്ഞു ദോശ, തട്ട് ദോശ. ഇതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. ഐസ് നമ്മുടെ ദോശയും ചമ്മന്തിയൊക്കെ ആയി. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. ചമ്മന്തിക്ക് നല്ല എരിയായിരുന്നു. പിള്ളേരൊക്കെ നെയ്യ് ഒഴിച്ച് ദോശ കഴിച്ചു. കഴിച്ച പാത്രം കഴുകി വെക്കണ്ടേ, ഇല്ലെങ്കിൽ ഇത് വന്നാൽ ഞാൻ തന്നെ കഴുകണ്ടേ. അങ്ങനെതാ എല്ലാം ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട്. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കൂടെ മേടിക്കണം എന്നൊക്കെ ഉണ്ട്. ചെറിയൊരു മഴച്ചാറ്റൽ. നമ്മുടെ വീടിൻ്റെ പോകുന്ന വഴിയിലോട്ട് നല്ല മത്തനാണോ കുമ്പളങ്ങയാണോ വള്ളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വാടചക്ക. വണ്ടി കയറിയപ്പം കലവില ബഹളമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഞാനൊന്ന് കണ്ണ് മയങ്ങിപ്പോയി. അങ്ങനെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എന്താണ്ടേ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂത്തുമ്മാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ടൊന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുഴപ്പമില്ല, ലാസ്റ്റ് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ഈ 2 ദോശയൊക്കെ കഴിച്ചിട്ട് പോയെങ്കിലും അവിടെ പോയപ്പം രാവിലെ അപ്പവും കടലക്കറിയും അതുപോലെ ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചേട്ടാ. അപ്പോൾ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വരും. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ് കോണൊക്കെ മേടിച്ചേട്ടാ. അങ്ങനെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് അവർ പലതും വെച്ച് പിടിപ്പിക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതിൽ വീടായിരിക്കും. അവിടെ ഒന്നും വലുതായിട്ട് മരങ്ങളോ ചെടികളോ വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇവർ ഓരോന്ന് വെക്കുന്നത്. കണ്ട പപ്പായ, അതുപോലെ മാതളം, ചെടികൾ എല്ലാം ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വൈകിട്ടായപ്പോൾ എന്നാണ്ട് അവിടെ ഒരു TVS ഇരുന്ന് കേട്ടോ. അപ്പോൾ അതെൻ്റെ മോന് ഓടിക്കണം. അങ്ങനെ മാമായും മക്കളും എല്ലാവരും TVS കണ്ടപ്പോൾ അവർക്കൊക്കെ ഒരു കൊതി വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതായി വരുന്നത് മുത്തുമ്മാൻ്റെ മോനാട്ടോ, ജോലി കഴിഞ്ഞ് വരികയാണേ. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ വന്നതാണ്. എൻ്റെ മോനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു ഈ TVS. അപ്പോൾ ഉമ്മ എൻ്റെ സൈക്കിളിന് വരെ എനിക്ക് TVS മതിയെന്ന്, എന്താ ചവിട്ടാതെ പോവാമല്ലോ. അങ്ങനെ ഇതൊരു വ്ളോഗായോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടുമില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന ഉടനെ എല്ലാം മുഖവും തപ്പി പിടിച്ച് ഞങ്ങളെ വീഡിയോയിലിടല്ലേ, ഞങ്ങളെ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ പിടിക്കാനാണ്. അങ്ങനെ ഞങ്ങളുടെ വിരുന്നൊക്കെ കഴിഞ്ഞു. താണ്ട് എല്ലാവരും ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഇനിയും ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.